CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. തളിപ്പറമ്പിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് 3 ദിവസങ്ങളിലായി സമ്മേളനം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കേന്ദ്ര സംസ്ഥാന നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. അംഗബലം കൊണ്ടും സംഘടനാ ശേഷി കൊണ്ടും CPIMന്റെ ഏറ്റവും വലിയ ജില്ലാ ഘടകമാണ് കണ്ണൂരിലേത്. 65,550 പാർട്ടി അംഗങ്ങൾ CPIMന് കണ്ണൂരിലുണ്ട്. വർഗ ബഹുജന സംഘടനകളായി 30 ലക്ഷം പേർ അംഗങ്ങളാണ്. പുറമെ കണ്ണൂരിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 9ഇടത്തും LDF MLAമാർ, 2ഇടത്തെ ജയം 1.5 ലക്ഷത്തിലധികം വോട്ട് നേടിയും. ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും ഇടതുഭരണം തന്നെ. കണ്ണൂർ CPIM ശക്തി കേന്ദ്രമെന്ന് ആവർത്തിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പാർട്ടിയെ അമ്പരപ്പിച്ചതാണ്. പാർട്ടി കേന്ദ്രങ്ങളിലെ BJP വോട്ട് വർധനയും സമ്മേളനത്തിൽ ഗൗരവ പരിശോധന നടത്തേണ്ടിവരും. രാഷ്ട്രീയ സംഘടനാ ഭരണപരമായ വിലയിരുത്തൽ കൂടിയാണ് സമ്മേളനമെന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അത് സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണമായി. സമ്മേളനം നല്ല വിജയമാവും. തളിപ്പറമ്പിൽ 30 വർഷം മുമ്പാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടന്നത്. എന്നാൽ ഇന്ന് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തളിപ്പറമ്പിലെ പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളാകെയും ആവേശത്തിലാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി. അതുകൊണ്ടാണ് അവിടെ 36 അനുബന്ധ പരിപാടികൾ നടന്നു. പാർട്ടിക്ക് അവിടെയുള്ള ലോക്കൽ ഘടകങ്ങൾ 15ആണ്. പക്ഷെ 36 അനുബന്ധ പരിപാടികളാണ് നടന്നത്. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുമ്പോൾ മറ്റു ശ്രദ്ധേയമല്ലാതല്ല, എല്ലാം ശ്രദ്ധേയമാണ്. വിമുക്ത ഭടന്മാരുടെ ആദരമാണ്. തളിപ്പറമ്പിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത്. എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട വിമുക്ത ഭടന്മാർ വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് വിമുക്ത ഭടന്മാരെ ആദരിക്കുന്നത്. അതുമുതൽ താഴെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തി. അത് ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് CPIM എന്ന വിഷയം